എന്തുകൊണ്ടാണ് പുതിയ ഒരു ടെക്നോളജി നമ്മുടെ കമ്പനിയിലോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്ന കുറേ ആൾക്കാർ പതിയെ താഴേക്ക് പോകുന്നതും എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർ മുകളിലേക്ക് വരികയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ അവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയും ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു ജോലി സാഹചര്യം മാറുമ്പോൾ അതുമായി ഏറ്റവും കൂടുതൽ ഇഴകിച്ചേരാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളവരോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഏറ്റവും വർഷം ജോലി പരിചയമുള്ളവരോ ആയിരിക്കും എന്നാണ്. പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പേഴ്സണാലിറ്റിയിലെ ഒരു പ്രത്യേകതരം സവിശേഷത കൊണ്ട് മാത്രമാണ് പുതിയ ടെക്നോളജി അത് എന്ത് തന്നെയാണെങ്കിലും. നമ്മൾ ഇതിനു മുമ്പ് ടൈപ്പ് റൈറ്റിങ്ങിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് മാറി, അതുപോലെ തന്നെ ഇമെയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ChatGPTയും ക്ലൗഡ് AI-യും അതിൻ്റെ ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും റോബോട്ടിക്സിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരുപക്ഷെ എന്ത് സാഹചര്യം തന്നെ പുതിയ ഡെവലപ്മെന്റ്സ് വന്നാൽ തന്നെയും അതുമായി ഏറ്റവും കൂടുതൽ ഇഴകിച്ചേരാൻ സാധ്യതയുള്ളതും പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ പറയുന്ന ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സവിശേഷതയുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സമയങ്ങളിൽ AI കോഴ്സുകൾ പഠിക്കുന്നതിന് സമയവും നിങ്ങളുടെ പണവും വിനിയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലെ ഈ സവിശേഷതയെക്കുറിച്ച് കൂടി നിങ്ങൾ ബോധവാന്മാരാകേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. നിങ്ങൾ ഓരോ ആഴ്ചയും സൺഡേ ഉറങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്ത് കാര്യമാണ് ആദ്യമായിട്ട് ചെയ്തത്, പുതിയതായിട്ട് ചെയ്തത് എന്ന് നിങ്ങൾ സ്വയം ഒരു പേഴ്സണാലിറ്റി ഓഡിറ്റ് കൂടി നടത്താൻ തയ്യാറാകുക. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രത്തോളം അത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നോ, അതിനെ പുതിയ അനുഭവങ്ങളെ വെൽക്കം ചെയ്യാൻ സാധിക്കുന്നോ, അത്രയും നിങ്ങൾക്ക് പുതിയ ടെക്നോളജി അത് എന്ത് തന്നെയാണെങ്കിലും ഭാവിയിൽ അതുമായി ഇഴകിച്ചേരാനും ജോലിയിൽ നിന്നും നിങ്ങളെ പുറന്തള്ളുമോ എന്ന പേടിയുമൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും.